അപ്പോൾ ഇത് വളരെ വളരെ ഫേമസ് ആയ റാഗി കൂഴ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഈ ചൂടത്ത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ അങ്ങനെ ഇത് മാങ്ങയോ ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. ഉപ്പിട്ട മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ പിന്നെ കുറച്ച് പച്ച മാങ്ങ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റാഗി കൂഴ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. റാഗി കൂഴ് ഉണ്ടാക്കാനായിട്ട് നമുക്കിതുപോലെ നമ്മുടെ ആവശ്യത്തിന് പഞ്ഞിപ്പുല്ല് പൊടി എടുക്കാം. പൊടിയോ അല്ലെങ്കിൽ അരച്ചിട്ട് അതിൻ്റെ എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പഞ്ഞിപ്പുല്ല് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഒരു കപ്പോളം, ചെറിയൊരു കപ്പാണ്. അപ്പോൾ ഇനി ഇത് നമുക്കത് വേവിച്ചെടുക്കാം. ഇത് ഒരു ചട്ടിയിലോട്ട് ഇടുക. അപ്പോൾ ഈ കപ്പുണ്ടല്ലോ, അതിനൊരു 3-4 കപ്പ് വെള്ളം ഒഴിക്കുക. അതതിൻ്റെ കറക്റ്റ് കണക്കായിരിക്കും. അപ്പോൾ ഞാനൊരു 3-3.5 കപ്പ് വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുവാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. കുറച്ച് ഉപ്പ് മതി. നമ്മൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് കട്ടയില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം വെള്ളം. അതുപോലെ നന്നായിട്ടൊന്ന് പിന്നെ വെള്ളത്തിലൊന്ന് കലർത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. തിളപ്പിക്കുകയല്ല, വേവിച്ചെടുക്കാം. ഇത് മൺകുടത്തിലോ ഇതുപോലെ ചട്ടിയിലോ ഒക്കെ വെക്കുന്നതാണ് നല്ലത്, ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി പിടിക്കാതെ കട്ട കെട്ടാതെ നന്നായിട്ട് വേവിച്ചെടുക്കാം. തുടരെ ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ. റാഗി വെന്ത് വരുന്നുണ്ട്. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ കട്ടയായിപ്പോൾ ഇങ്ങനെ കട്ട കുത്തിപ്പോവും. അപ്പോൾ നന്നായിട്ട് വേവിക്കും. റാഗി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. ഇത് നമുക്കിവിടെ അടച്ച് വയ്ക്കാം, അത് തണുക്കട്ടെ. നമ്മളിത് ഈ കപ്പിനൊരു റാഗി എടുത്ത് അതിൻ്റെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച്, അത് വെള്ളം വളരെ കറക്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ 4 കപ്പ്, ഏത് കപ്പിന് എടുക്കുന്നോ 4 കപ്പ് വെള്ളം ഒഴിച്ച് റാഗി വേവിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കുക, അത് തണുക്കട്ടെ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു തവി വെച്ചോ മത്ത് വെച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. വെള്ളം ചേർക്കാത്ത തൈരാണ് ഒഴിക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിന് തൈര് ഒഴിക്കാം. കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലോട്ട് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ചുമന്നുള്ളി, കുറച്ച് മല്ലിയില, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും കൂടിയാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ടത്. നമുക്ക് ഇതോട് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇത്തിരി ഉപ്പ് കൂടി വേണമായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതുപോലെ കുടിക്കാവുന്ന പാകത്തിന് എടുക്കണം. അപ്പോൾ നമ്മൾ റാഗി കൂഴ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് തണുത്ത ശേഷം നമുക്ക് കഴിക്കാം. രാത്രി തയ്യാറാക്കി വെച്ചിരുന്നാൽ രാവിലെ കഴിക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അതുപോലെ നല്ല ചൂടല്ലേ, ഈ സമയത്ത് കഴിക്കാം. പിന്നെ എന്താ പറയണ്ടത്, നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ മൺപാത്രത്തിൽ തയ്യാറാക്കി വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇങ്ങനെ തന്നെ നമുക്ക് വേണേൽ കഴിക്കാം, തണുത്തിട്ടും കഴിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ വളരെ ഫേമസ് ആയ റാഗി കൂഴ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്